ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഏവർക്കും ഫുട്ടയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലയണൽ മെസ്സി ബാഴ്സലോണ ആരാധകരോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ലയണൽ മെസ്സി അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നത്. അത് സമൂഹ മാധ്യമത്തിൽ വളരെ വലിയ വൈറലാണ്. ബാഴ്സലോണയുടെ ക്യാമ്പ് നൗ സ്റ്റേഡിയം ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഡിയമാണ്. അപ്പം അത് വർഷങ്ങളായിട്ട് കളിച്ചിരുന്ന ഒരു സ്റ്റേഡിയമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിന്റെ മുന്നിൽ നിന്നുള്ളൊരു ഫോട്ടോ, അതുപോലെ തന്നെ ആ സ്റ്റേഡിയത്തിന്റെ ആ പുൽത്തകിടികളിൽ നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ, ഈ രണ്ട് ഫോട്ടോ, പിന്നെ ഇതുപോലത്തെ 2-3 ഫോട്ടോസ് അദ്ദേഹം അപ്ലോഡ് ചെയ്തിരുന്നു. ഈ ഫോട്ടോസ് എല്ലാം ഇപ്പോൾ വൈറലാണ്. പല മാധ്യമങ്ങളും ഇത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാഴ്സലോണയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് വരെ ഈ ഫോട്ടോസ് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബാഴ്സലോണയുടെ ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് നടന്നു പോകുന്ന ആ ഒരു സ്ട്രീറ്റ് ഉണ്ടല്ലോ, ആ സ്ട്രീറ്റിലൂടെ മെസ്സി നടന്നു പോകുമ്പോൾ രണ്ടുപേര് കപ്പിൾസ് ആണ്, അവര് വീഡിയോസ് എടുക്കുന്ന ആ ഒരു വീഡിയോയിലും മെസ്സി നടന്നു പോകുന്ന ഒരു രംഗം പതിഞ്ഞിട്ടുണ്ട്. അതും വൈറലാണ്. അപ്പോൾ ലയണൽ മെസ്സി സ്പോർട്ട് എന്ന ആ ഒരു മാധ്യമത്തിനോട് ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മെസ്സിയുടെ ആ ഫ്യൂച്ചറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതുപോലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ബാഴ്സലോണ വളരെയേറെ മിസ് ചെയ്യുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ ഫാമിലിയും ബാഴ്സയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ബാഴ്സയിലേക്ക് തിരിച്ചു വരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 2021 മെസ്സി ബാഴ്സലോണ വിട്ടുപോയി, PSG-ലേക്ക് പോയി. അതിനുശേഷം അദ്ദേഹം ബാഴ്സലോണയുടെ ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിലേക്ക് വന്നിട്ടില്ല. ക്യാമ്പ് നൗ സ്റ്റേഡിയം പണി നടക്കുകയാണ്. പണി കഴിയുമ്പോൾ എനിക്ക് ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചെത്തണം എന്നാണ് ലയണൽ മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മെസ്സിയുടെ ആ ഒരു ക്യാരക്ടർ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അദ്ദേഹം ഫാമിലിക്ക് വലിയൊരു പ്രാധാന്യം നൽകുന്ന ഒരു മനുഷ്യനാണ്. തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ തൻ്റെ 3 മക്കളും ബാഴ്സലോണയിലേക്ക് തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് തൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിൽ അദ്ദേഹം ഒരു പക്ഷേ ബാഴ്സയിലേക്ക് വന്ന് അദ്ദേഹം റിട്ടയർഡ് ആകാം, അതിനുള്ള സാധ്യതകളുണ്ട്. പലരും ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ലോണിൽ ബാഴ്സയിൽ വരുമെന്നാണ്. തീർച്ചയായിട്ടും അത് നടക്കാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ നിലവിലെ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചതിന് ശേഷം ഒരു പക്ഷേ ബാഴ്സയിൽ വന്നേക്കാം. അതിനു മുമ്പ് അദ്ദേഹം ഒരു ലോൺ ഡീൽ ബാഴ്സയുമായിട്ട് നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചെറിയൊരു ഷോർട്ട് ടേമിന് വേണ്ടി അദ്ദേഹം എവിടെ പോയാലും ഫാമിലിയുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി അദ്ദേഹം ബാഴ്സയിലേക്ക് പോവുകയാണെങ്കിൽ ഫാമിലി ആയിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ പോകാൻ ചെറിയ ഒരു 6 മാസം 5 മാസത്തേക്ക് വേണ്ടി അദ്ദേഹം ഒരു ലോൺ ഡീലിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇന്റർ മയാമി ആയിട്ടുള്ള തൻ്റെ കോൺട്രാക്ട് അവസാനിച്ചതിന് ശേഷം ഒരു ഫ്രീ ഏജന്റ് ആയിട്ട് കുറച്ചു കാലം ചിലപ്പോൾ ബാഴ്സയിൽ കളിച്ചേക്കാം ഫ്യൂച്ചറിൽ. ബാഴ്സലോണ ആരാധകരും അതുപോലെ തന്നെ മാനേജ്മെന്റും ഈ ഒരു കാര്യം പരിഗണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഴ്സയുടെ എക്കാലത്തെയും മികച്ച ലെജൻഡ്, ലാലിഗയിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോറർ ആയിട്ടുള്ള ലയണൽ മെസ്സിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് നൽകാൻ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊരു ഫുട്ബോളിൽ ഒരു വലിയ ചർച്ചാ വിഷയമായിരിക്കും. കാരണം ഇപ്പോൾ ആരും പറയാൻ പോകുന്നില്ല. റിട്ടയർമെന്റെല്ലാം കഴിഞ്ഞ് കുറേ വർഷത്തിന് ശേഷം പലരും കുത്തിക്കാണിക്കാൻ സാധ്യതയുണ്ട് ബാഴ്സയിൽ. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയൊരു ലെജൻഡിന് നിങ്ങളൊരു നല്ലൊരു ട്രിബ്യൂട്ട് നൽകിയിട്ടില്ല എന്നത് പലരും പറയാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ പലരും പറയുന്ന ഒന്നാണ്. അപ്പോൾ അത് നൽകാൻ ബാഴ്സ മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മെസ്സി ബാഴ്സയിലേക്ക് തിരിച്ചു പോകുന്നത് പല ആരാധകരുടെയും സ്വപ്നമാണ്. അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. തനിക്ക് ബാഴ്സലോണയിൽ വീടുണ്ട്, അദ്ദേഹം വർഷങ്ങളായിട്ട് അവിടെ താമസിച്ചിരുന്നു, തന്നെ ചെറുപ്പത്തിലെ അവിടെ കൊണ്ടുവിട്ടു. അതിനുശേഷം താൻ അവിടെ തൻ്റെ കുടുംബം പടുത്തുയർത്തി. അതിനൊക്കെ അദ്ദേഹം ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം സ്പോർട്ടിനോട് പറഞ്ഞിട്ടുള്ളത്. അറിയാലോ, ഫ്യൂച്ചറിൽ നടക്കുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, പക്ഷെ നടന്ന് കാണണമെന്ന് പലരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഞാൻ കുറേ ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ എൻ്റെ മറ്റൊരു ചാനലിൽ. ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കുറേ കമൻ്റ് ഉണ്ട്. ഞാൻ അതിൽ ചോദിച്ചിരുന്നത് 2 ചോദ്യമായിരുന്നു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെസ്സി അടുത്ത വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പ് നേടണോ അതോ ബാഴ്സയിലേക്ക് തിരിച്ചു വരണോ എന്നുള്ളത്. അതിൽ ബാഴ്സയിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിരുന്നത്. വേൾഡ് കപ്പ് നേടണമെന്ന് പോലുമല്ല, ബാഴ്സയിലേക്ക് തിരിച്ചു വരണം. മെസ്സിയുടെ ആരാധകരായാലും ശരി, ബാഴ്സ ആരാധകരായാലും ശരി, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് മെസ്സി ബാഴ്സയിലേക്ക് തിരിച്ചു വരണം എന്നത്. കാരണം അപ്രതീക്ഷിതമായിരുന്നു മെസ്സി ബാഴ്സ വിട്ടുപോയത്. ഒരിക്കലും പലർക്കും അത് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല ആ ഒരു സമയത്ത്. അറിയാലോ, ബാഴ്സയുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ് ബാഴ്സയിൽ നിന്ന് മെസ്സി വിട്ട് PSG-ലേക്ക് പോകാനുള്ളൊരു പ്രധാന കാരണം. ഇല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ബാഴ്സയിൽ തന്നെ അദ്ദേഹം കളിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൊരു വീഡിയോ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
ഒന്നും കൂടെ നമുക്ക് നോക്കാം. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തനിക്ക് ബാഴ്സയിലേക്ക് തിരിച്ചു വരണം ആദ്യമേ. അത് താൻ ബാഴ്സയിൽ ഒരു ആരാധകരും അതുപോലെ തന്നെ ബാഴ്സയിലെ ആളുകളെയും താൻ മിസ് ചെയ്യുന്നു. പിന്നെ തന്റെ ഫാമിലി ഇടയ്ക്കിടയ്ക്ക് തൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട് ഈ ഒരു ബാഴ്സലോണയിലേക്ക് ഉള്ള തിരിച്ചു പോക്കിനെ കുറിച്ച്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആ ബാഴ്സലോണ വിട്ട് PSG പോയതിനു ശേഷം താൻ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ബാഴ്സയിലേക്ക് അദ്ദേഹം കുറെ പ്രാവശ്യം തിരിച്ചു വന്നിട്ടുണ്ട്, പക്ഷേ സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. സ്റ്റേഡിയം ഇപ്പോൾ പണി നടക്കുകയാണ്. പണി കഴിയുമ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് എനിക്ക് തിരിച്ചു വരണം എന്നും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടെയിൽ.